നമുക്ക് ദിവസവും ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പോകേണ്ടി വരും. എന്തെങ്കിലും ആവശ്യത്തിന് ഏതെങ്കിലും സൈറ്റ് ഗൂഗിളിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പൊ ഞാനൊരു സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓപ്പൺ ചെയ്യുന്ന കാണാം ഇതുപോലെ ഇടക്കിടക്ക് ഇങ്ങനെ പരസ്യങ്ങൾ കേടാ. ഈ പരസ്യങ്ങൾ ഒന്ന് ഒഴിവാക്കുക. നമ്മൾ ഏത് വെബ്സൈറ്റ് തുറക്കുന്നേരോ അതിലൊരു പരസ്യം ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു ഐഡിയ. ചെറിയ സെറ്റിങ്സ്. ഫോണിൽ വരുന്ന എല്ലാ പരസ്യവും അല്ല കേട്ടോ. നമ്മൾ പോകുന്ന വെബ്സൈറ്റിൽ, നമ്മൾ തുറക്കുന്ന വെബ്സൈറ്റിലുള്ള പരസ്യങ്ങൾ മാത്രം നമുക്ക് ഓഫ് ആക്കിയിടുകയുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന ആർട്ടിക്കിളിന്റെ ഇടക്കും നടുക്കും ആടെ എവിടെയൊക്കെ ഇങ്ങനെ ഓരോ പരസ്യങ്ങൾ ഉണ്ടാവും. ഈ പരസ്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ആക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരെ ഫോണിന്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയിട്ട് അതിൽ കണക്ഷൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. കണക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ മോർ കണക്ഷൻ എടുക്കുക. മോർ കണക്ഷൻ സെറ്റിങ്സ് അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രൈവറ്റ് DNS ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഓഫിലുണ്ടാകുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഉണ്ടാവും ചില ഫോണിൽ. അത് രണ്ടും വേണ്ട. നമുക്ക് പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്നുള്ള ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുന്ന നേരം താഴെ കാണാം DNS.adguard.com എന്നുള്ള ഒരു സംഭവം തെളിഞ്ഞു വന്ന് അത് അങ്ങനെ തന്നെ അവിടെ വെച്ചുകൊണ്ട് സേവ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ നമുക്ക് പരസ്യം വരികയില്ല. പരസ്യം വരികയില്ല വെച്ചാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ തുറന്ന വെബ്സൈറ്റ് ഇതല്ലായിരുന്നു. നേരത്തെ മേലെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതിങ്ങനെ അവിടെ ഓഫായിട്ട് കാണും. അത് നമ്മൾ ക്ലിക്ക് ചെയ്താലും പ്രശ്നമില്ല. അറിയാണ്ട് ക്ലിക്ക് ചെയ്തു പോയാലും പരസ്യത്തിലേക്ക് പോവുകയില്ല. നമുക്ക് അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാകുകയില്ല. പരസ്യത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവുകയില്ല. പരസ്യം ഓഫായിട്ട് അവിടെ ഉണ്ടാവും. പരസ്യത്തിൻ്റെ ആ ഏരിയ അവിടെ ഉണ്ടാവും, പക്ഷേ പരസ്യം ഉണ്ടാകുകയില്ല. കാണുന്നുണ്ടാവും ഇതുപോലെ. ഇനി അത് ഓൺ ചെയ്തിട്ടൊന്നുകൂടി നോക്കുക. നമ്മൾ നേരത്തെ ആദ്യത്തെ പോലെ ആക്കിയിട്ട് സേവ് കൊടുത്താൽ അതേ വെബ്സൈറ്റ് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്യുന്ന നേരം ആ പരസ്യം വന്നു. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പോകുന്ന വെബ്സൈറ്റിൽ വരുന്ന പരസ്യങ്ങൾ നമുക്ക് ഡിസേബിൾ ചെയ്യാനാവും. സംഭവം തിരിഞ്ഞിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കിൻ്റെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ്. താങ്ക് യു സോ മച്ച്.